12,000 വർഷത്തിനിടെ ആദ്യമായി എത്യോപ്യയിലെ ഹൈലി ഗുബി അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചിരിക്കുന്നു. ഇന്ത്യയിലടക്കം ജാഗ്രതാ നിർദ്ദേശവുമുണ്ട്. എത്യോപ്യയിലെ അഫാർ പ്രദേശത്താണ് ഹൈലി ഗുബി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത്. സ്ഫോടനത്തെ തുടർന്ന് അഗ്നിപർവ്വതത്തിൽ നിന്ന് 15 കിലോമീറ്റർ വരെ ഉയരത്തിൽ ചാരം നിറഞ്ഞ പുക ഉയർന്നു. വർഷങ്ങളായി നിർജീവമായി എന്ന് കണക്കാക്കപ്പെട്ടിരുന്ന അഗ്നിപർവ്വതമായിരുന്നു ഹൈലി ഗുബി. അഗ്നിപർവ്വതത്തിൽ നിന്നുയർന്ന കരിമേഘം ചെങ്കടലിന് മുകളിലൂടെ യമൻ, ഒമാൻ എന്നിവിടങ്ങളിലും ഇവിടെ നിന്ന് ഇന്ത്യ, പാകിസ്ഥാനിലും വരെ നീങ്ങിയിരിക്കുകയാണ്. സ്ഫോടനത്തെ തുടർന്നുണ്ടായ ശക്തമായ പുക ഏഷ്യയിലെ വ്യോമഗതാഗതത്തെ സാരമായി ബാധിച്ചു. നിരവധി വിമാനങ്ങൾ വൈകുകയും ചില വിമാനങ്ങൾ റദ്ദാക്കുകയും ചെയ്തിട്ടുമുണ്ട്. ഇൻഡിഗോ മിഡിൽ ഈസ്റ്റിലേക്കുള്ള ചില വിമാനങ്ങൾ റദ്ദാക്കി. ഡച്ച് വിമാന കമ്പനിയായ KLM ആംസ്റ്റർഡാമിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള വിമാനവും റദ്ദാക്കിയിട്ടുണ്ട്. കണ്ണൂരിൽ നിന്ന് അബുദാബിയിലേക്കുള്ള ഇൻഡിഗോ വിമാനം വഴിതിരിച്ചുവിട്ടു. അഗ്നിപർവ്വതത്തെ തുടർന്നുള്ള ശക്തമായ കരിമേഘം ഡൽഹിയിലും മഹാരാഷ്ട്രയിലും അടക്കം ദൃശ്യമാവുകയും ചെയ്തു. അതേസമയം അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന അഫാർ മേഖലയ്ക്കടുത്തുള്ള അഫെഡറ ഗ്രാമം ചാരം കൊണ്ട് മൂടി. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ജനജീവിതത്തെ സാരമായി ബാധിക്കുമെന്ന ആശങ്ക നിലനിൽക്കുന്നുമുണ്ട്.